ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ ഫാമിലി ഉൾപ്പെടെ ഒരു കാര്യമായിട്ട് വന്നിരിക്കുക. എന്ത് കാര്യം? കാര്യം പറ. കാര്യം പറ. അപ്പാപ്പ ഉണ്ടാക്കണം പറ. അപ്പാപ്പ ഉണ്ടാക്കാൻ പോവാ. ഇന്ന് ഞങ്ങള് പാപ്പ ഉണ്ടാക്കാൻ പോവാ. ഗബ്രൂട്ടന് പാപ്പം പാപ്പം. ഞാൻ ഫോണിന്റെ അകത്ത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേ ഇന്ന് ഞങ്ങളാണെങ്കിൽ ഒരു ഹലുവ ഉണ്ടാക്കാൻ പോവാ. നമ്മുടെ ഡോറയാണ് ഡോറയാണ് നമ്മുടെ ഹലുവയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഇവിടെ വാ. സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാം. ഇനി വാ. ഞാൻ പക്ഷേ മത്സരത്തിനുണ്ടാക്കിയത് എന്തുവായിരുന്നു? ഫാഷൻ ഫ്രൂട്ട് അല്ല, ഫാഷൻ ഫ്രൂട്ട് ജാം. അപ്പൊ ഇന്നാണെങ്കിൽ നമ്മള് പിസ്ത ഹലുവ ഉണ്ടാക്കാൻ പോവാ. പിസ്ത ഫ്ലേവറിന്റെ ഹലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട കൂട്ടുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഡോറ ഇപ്പൊ കാണിച്ചു തരുവേ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ, നമുക്ക് ഇന്ന് വേണ്ട ആവശ്യമായ സാംഗമ ജംഗമ വസ്തുക്കൾ ഇന്ന് നമ്മുടെ ഡോറ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നാക്കൊക്കെ ഒന്ന് ഉളുക്കിയിട്ടുണ്ട്, അതൊന്നും ആരും കാര്യമാക്കണ്ട. പരിചയപ്പെടാൻ പോവുകയാണ്. എന്തൊക്കെയാണ് പറയൂ. ഫസ്റ്റ് നമുക്ക് ഡാൽഡ. വരാം മോനെ, വരാം. പിന്നെ വരാം മോനെ. നെയ്യ്, പിന്നെ പഞ്ചസാര, പിന്നെ മൈദ കുറച്ച് വേറൊരു കവറിൽ. അതാ ഗബ്രൂട്ടൻ ഒരെണ്ണം കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് പറയാൻ വേണ്ടി വന്നായിരുന്നു. എന്റെ നാക്ക് ഉളുക്കുന്നു, ശരിയാവത്തില്ല. മൈദ, പിന്നെ മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പളിന്റെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏതാണ്ട് നമ്മള് ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് പിസ്തയാണ്. ഫ്ലേവറിനും കളറിനും വേണ്ടി നമ്മൾ പിസ്ത ചേർക്കുന്നത്. അപ്പൊ നമുക്ക് കലാപരിപാടികളിലേക്ക് പോവാം. അങ്ങനെ താണ്ടെ ഓരോ മെഷർമെന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുക. ഡോറയ്ക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഉപ്പിടാം. ഞാനത് വെക്കാൻ പോയതാ. ഒരു ഗ്ലാസും കൂടെ വെള്ളം എടുക്കുക. നമ്മുടെ നെയ്യൊക്കെ എടുത്തിട്ട്, ഗബ്രൂസേ നെയ്യ് പോയി കഴിഞ്ഞാൽ പണി മൊത്തത്തിൽ പാളും. നിനക്കിന്ന് പാപ്പം കഴിക്കാൻ പറ്റത്തില്ല കേട്ടാ. അങ്ങനെ വെള്ളം ഒഴിച്ച് ഇനി ഒരു ശകലം ഉപ്പ്, ഷുഗർ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മതി. ഇത്ര മതി. വേണ്ട ഇത്ര മതി. ഇനി ഒരു ശകലം ഉപ്പിട്. നെയ്യ് ഇനി എടുക്ക്. ഒരു ശകലം ഉപ്പിട്, ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പറയണേ. ശകലം മതി. മതി. ഇനി ഇത് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അയ്യോ ഗൈസ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. എന്തിന്? ഇച്ചാരും ഉണ്ടാക്കുവാൻ കുറച്ച് കോൺഫിഡൻസ്, ധൈര്യം വന്നേനെ. ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്നാലും നമ്മളൊരാൾ പറഞ്ഞു തരുമ്പോൾ അത്രയും പെർഫെക്ഷൻ ഉണ്ടാകണമെന്നില്ല. മതി. ഇനി കുറേശ്ശെ മാവിട്ടിളക്ക്. കുറേശ്ശെ ഒന്നിച്ചിടരുത്. ഇച്ചിരിച്ചിട്ട് ഇളക്കാം. അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടി തന്നെ കസേരയൊക്കെ ഇട്ടു കൊടുത്തു. ഇല്ല, അവനെ കേറിന്ന് കാണാൻ വേണ്ടിട്ടാ. അതറിഞ്ഞില്ല. ഞാനും വിചാരിച്ച വീഴും. മതി. ഇനി ഇട്ട തിളക്ക് അത്ര മതി. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടി പോവും. അതല്ലേ പറഞ്ഞ കുറേശ്ശെ ഇടാൻ. കുറേശ്ശെ ഇട്ട് ഇളക്കി ജോയിപ്പിച്ചെടുത്താൽ മതി. അത് ആദ്യമേ നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ, എന്നിട്ട് അടുത്ത് ഇടാവുള്ളൂ. ഓക്കേ സാർ. എന്ത് ചെയ്യാൻ, എല്ലാത്തിനും മാസ്റ്റർ ഷെഫ് വേണ്ടി വന്നു. ചെയ്. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കുക്കിങ്ങിനേക്കാളും നല്ലതാണ് എൻ്റെ കുക്കിങ്. അതെനിക്കല്ലെന്ന് ഞാൻ പറയൂല. അതാണ് കൈപുണ്യം. എന്തേ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്ത് ഒരെണ്ണം പറ. അത് നാസി. നാസി എന്ത് പറയത്ത. ഇനി ഇട് മാവിട്, കുറച്ച് മാവിട്. അത് ശരിയായി. ഇനി കുറച്ച് മാവിട്. ഇന്ന് നമ്മൾ മൈദ വെച്ചുള്ള അലുവ ഉണ്ടാക്കുന്ന. ഇനി നമ്മൾ ഗോതമ്പ് വെച്ചൊരു അലുവ ഉണ്ടാക്കും കേട്ടോ. അത് 2 ദിവസം കഴിഞ്ഞിട്ടിടാം. ഇന്ന് നമുക്ക് മൈദ വെച്ചുള്ള അലുവ ഉണ്ടാക്കാം. സാധാരണ അലുവ മൈദ വെച്ചില്ലേ? അരിപ്പൊടി വെച്ചുണ്ടാക്കും, ഗോതമ്പ് വെച്ചുണ്ടാക്കും, ചോളം വെച്ചുണ്ടാക്കും, മറ്റേ കോൺഫ്ലവർ വെച്ചുണ്ടാക്കും. എന്താ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം പോലെ കഞ്ഞിവെള്ളം വെച്ച് അലുവ ഉണ്ടാക്കും, അറിയാം. പിന്നെ വാഴയിലയുടെ അതിനകത്ത് മാവ് ഒഴിക്കുക ചെയ്യുന്നത്.
പണ്ട് ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഈ നെയ്വള്ളി പിച്ചിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ നെയ്വള്ളി എന്ന് പറയും. അത് ഒരുതരം വള്ളിയിൽ പിടിക്കുന്ന ഇലയാണ്. അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ഇല പിച്ചിക്കൊണ്ട് വന്നിട്ട് അരച്ച് അത് തുണിക്കകത്ത് കെട്ടി പിഴിഞ്ഞെടുത്തിട്ട് അതും അരിപ്പൊടിയും കൂടെ ഇട്ട് ഉരുളിക്കകത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതിനകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ശകലം നെയ്യും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇളക്കി അലുവ ഇളക്കിണ്ടുന്ന പോലെ ഇളക്കിയെടുക്കും. എന്നിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് ഇട് പിറ്റേ ദിവസം എടുത്ത് അതാണെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതൊക്കെയായിരുന്നു ഹലുവ. അന്നൊക്കെ കൂടുതലും കറുത്ത ഹലുവയായിരുന്നു കൂടുതലും. എന്റെ ഫേവറേറ്റ് ചുവന്ന ഹലുവ. ഇപ്പൊ ഇച്ചാൻ അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മേടിച്ചോണ്ട് തരില്ല കറുത്ത ഹൽവ. എൻ്റെ ഫേവറേറ്റ് ചുവന്ന ഹലുവ. പണ്ട് ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഈ ഹലുവയ്ക്കൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളും, അതുമല്ല നല്ല ഇതൊന്നും കിട്ടത്തില്ല. അപ്പം അമ്മയാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് പറയും, ഇവിടെ ലീവിന് ആരെങ്കിലും വരുന്ന സമയത്ത് നാട്ടിലോട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇച്ചിരി ഹലുവ വാങ്ങിച്ചു കൊടുത്തു വിടുമെന്ന് പറയും. അങ്ങനെ അമ്മ കൊടുത്തു വിടുമായിരുന്നു. നമ്മുടെ ഡോറയ്ക്കാണെങ്കിൽ ഇളക്കാൻ പറ്റാത്ത രീതിയിലായി കേട്ടോ. ഭയങ്കര കട്ടിയായി പോയി. ഡോറയ്ക്ക് അങ്ങനെ പിടിച്ച് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയുള്ള കലാപരിപാടിയെല്ലാം ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഡോറയ്ക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല ബലം പിടിച്ച് വേണം ഇളക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് ഇനിയുള്ള കലാപരിപാടി കൈകൊള്ളും. കൊള്ളാൻ. ചൂടായിരിക്കും. ചട്ടിക്കകത്താണ് പോയി തൊടുന്നത്. പക്ഷെ അപ്പുറത്താ പിടിച്ചതന്നെ ഉള്ളു. അങ്ങനെ വേണ്ട കണ്ട ഭയങ്കര പാട് ഡോറയ്ക്ക്. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ താണ്ട കൂട്ടുകാരെ, നമുക്കാണെങ്കിൽ ഇനി നമ്മുടെ ഫ്ലേവറും അതുപോലെ തന്നെ കളറും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലേവറിനും കളറിനും എടുക്കുന്നത് പിസ്തയാണ്. അത് ആവശ്യത്തിനുള്ളത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് ഒഴിക്കേണ്ട സ്റ്റേജ്. ഇനി നമുക്കാണെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. പിടിക്കാവോ? പിടിച്ചാൽ മതിയേ. നമ്മൾ മധുരം ഉറുമ്പുണ്ട്. അടപ്പ് പൊട്ടിയിരിക്കുമായിരുന്നു. മതിയായിരിക്കുമോ മധുരം? ഓവർ മധുരം വേണ്ട. എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. എന്നിട്ട് നമുക്ക് ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനിയും കട്ടിയാവും. ഇതിപ്പം പഞ്ചസാര കുറുകുമ്പോഴത്തേക്ക് വീണ്ടും ലൂസാവുമല്ലോ. ഇതാ ലൂസായി കണ്ട. നെയ്യ് ഇനിയും കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് ഒഴിക്കേണ്ടത്. കളർ കുറച്ചുകൂടെ ഒഴിക്കാം അല്ലേ? കളർ കുറവല്ലേ? ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇപ്പം ഈ കട്ട പിടിച്ചതെല്ലാം ഉടയ്ക്കാം. അത് ഇത് വെച്ചാകുമ്പോഴത്തേക്ക് നല്ലോണം ഉടഞ്ഞു വരും കേട്ടോ, കട്ട പിടിക്കാൻ. അപ്പോൾ അതാണ്ട് നമ്മൾ നെയ്യല്ല ആദ്യം ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് ഡാൽഡ ഒഴിക്കുകയാണ്. കുറച്ച് ഡാൽഡ ഒഴിക്കാം. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ, അതായത് ഈ ഒരു കുറുകി വന്ന സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഫുള്ള് നെയ്യ് ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുതലാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡാൽഡയും കൂടി പിടിച്ചത്. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എന്താ ഈ എണ്ണയെല്ലാം ഇപ്പം ഈ ഒഴിച്ചിരിക്കുന്ന ഇതെല്ലാം ഇതിനകത്ത് ഊറിപ്പിടിക്കണം. ഇത് നമ്മൾ തീ നമ്മുടെ ഒരു ലെവലിൽ നമുക്ക് ഇത് മനസ്സിലാവില്ല. അതനുസരിച്ച് തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഈ മാവ് നന്നായിട്ട് ഇത് കുടിക്കും. ഹലുവ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത് നന്നായി ഈ എണ്ണയെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ ഈ എണ്ണയെല്ലാം ഇത് പുറത്ത് വിടുന്നൊരു സമയം വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും കറക്റ്റ് ഇത് പറയുന്നത്, പാകം പറയുന്നത്. അതെ. ഇപ്പം നമുക്ക് ഇനി ഇത് വെച്ച് നമുക്ക് ഇളക്കാൻ പറ്റും തോന്നില്ല കേട്ടോ. ഇനി നല്ല തവി തന്നെ വേണം. കട്ടിയായി, നല്ല കട്ടിയായി. കണ്ട, നമ്മൾ ആ ഒഴിച്ച ഡാൽഡ മൊത്തം ഇത് കുടിച്ച് കണ്ട.
ഇനി നമ്മുടെ കൈയൊക്കെ നല്ലോണം കുഴയും, കാരണം ഇത് അത്യാവശ്യം നല്ല നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കുഴയും. ഇത് നന്നായിട്ട് പറ്റുന്നില്ല. കണ്ട ആ എണ്ണ മൊത്തം ഇത് കുടിച്ച്. അതിന് കുടിക്കാൻ ആദ്യം വല്ലതും കൊടുക്കായിരുന്നു. ഇനി നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഡാൽഡ ഒഴിച്ചു കൊടുക്കാവേ. അപ്പാപ്പൻ തിന്നുവാണോ? അപ്പാപ്പൻ കൊണ്ടുവന്നാണോ? ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഗബ്രുവിനെ പേടിച്ച് പൊക്കത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെയ്യും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. മിക്സ് വെല്ല്. ഇതും ഇതിനകത്ത് ഊറി പിടിക്കും കേട്ടോ, നല്ല രീതി. മറിക്ക് തെറിച്ച് വീഴുന്നു. ഈ സ്പൂണിലിരിക്കുന്നൊക്കെ ഇങ്ങനെ തട്ടിയിടണേ. തട്ടേക്ക് ഇടുന്ന കൊള്ളാം, നേരത്തോട്ട് നെയ്യ് തെറിക്കുന്നു. നിന്റെ തെറിച്ചാ? ആദ്യം തെറിച്ചു, ഇപ്പത്തെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചപ്പോണ്ടല്ലോ മക്കളെ, ആ നെയ്യുടെ വാസന എനിക്ക് വരുന്നുണ്ട്. ഇന്നാളെ ഒരു തവണ ഇച്ചാൻ ഉണ്ടാക്കി തന്നായിരുന്നല്ലേ, അതെന്തുവായിരുന്നു? അന്ന് പക്ഷെ വെളിച്ചെണ്ണ കൂടുതലായിരുന്നു. പൈനാപ്പിൾ വെച്ച് അന്ന് നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ നെയ്യ് കുറവും വെളിച്ചെണ്ണ കൂടുതലായിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ചുവ നന്നായിട്ട് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അലുവ ഏകദേശം ഒരു കണ്ടീഷനിൽ എത്തി, പക്ഷെ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഇനിയും ഇതാണെങ്കിൽ ആകാനുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത എണ്ണകളുണ്ടല്ലോ, അത് കുറേശ്ശെ ഇപ്പോൾ വെളിയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണകൾ ഇതിൻ്റെ വെളിയിലോട്ട് വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമുക്കിപ്പം ഈ സമയത്ത് നമുക്കാണെങ്കിൽ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ കശുവണ്ടി ഇല്ലാത്തതും ഉണ്ട്. അത് നെയ്യ് വറക്കണ്ടേ? വേണ്ട, വറുത്ത് വിടാം, വറുക്കാതെ ഇടുന്നത് നല്ലത്. വേണ്ട. അപ്പോൾ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാവങ്ങളുടെ സ്വന്തം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. നമ്മള് പ്രഗ്നന്റ് ആയ സമയത്ത് അംഗനവാടിയിൽ നിന്ന് ആകെ കിട്ടിയ സാധനം, ഗുണമുള്ളൊരു സാധനം അംഗനവാടിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മാത്രമാണ്. ഇപ്പം ഇത് ഒരുപാടുണ്ട്, അതൊരു ഇച്ചിരി മതി, ബാക്കി ഞങ്ങൾ ഇന്നോളാം. അപ്പം ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അങ്ങനെ ഇളക്കി ഇതിനകത്തേക്ക് ഇതെല്ലാം ആകട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു പാകമായിട്ട് വരുന്നത്. നല്ല രസം കാണാൻ. ഇനിയും നല്ലോണം കളർ വരും, കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആവും. ഇതിന്റെ എണ്ണയൊക്കെ ഇനി വെളി വരും. നമ്മൾ വീഡിയോക്കകത്ത് കാണുന്ന അത്രയും കളർ ഇല്ല അല്ലേ? ലൈറ്റ് കളർ ഇല്ല, ഇതിൽ ലൈറ്റ് കളറാണ്. കണ്ട ആ നമ്മൾ ഇട്ട് കൊടുത്ത നെയ്യും ഡാൽഡയൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട. ഇത് നല്ല രീതിയിൽ വരും. വന്ന് ഇതൊരു ചെറിയ ട്രാൻസ്പെറൻ്റ് ആവും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമുക്ക് അതുവരെ ഇതിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ചെവിട്ടി പിടിക്കാൻ പാടില്ല. കണ്ടില്ലേ, നമുക്കിവിടെ ചെവിട്ടിലൊന്നും പിടിച്ചിട്ടില്ല, കണ്ടല്ലോ. ഇതുപോലെ ചെവിട്ടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മിക്സ് ചെയ്ത് ഇതിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയി ആ നെയ്യൊക്കെ കുറച്ച് വെളിയിലോട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. കാണിക്കാം കേട്ടോ. അപ്പോൾ കാണിച്ചേ, നമ്മുടെ അലുവ ദാണ്ടെ സെറ്റായി വന്നിട്ടുണ്ട്. ഒട്ടാത്ത പരുവത്തിലാക്കി എടുത്തു നമ്മൾ, കണ്ടല്ലോ, എങ്ങും ഒട്ടാതെ. അതിൻ്റെ നമ്മൾ ആ ഒഴിച്ച എണ്ണയെല്ലാം അത് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ പാത്രത്തിലൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എണ്ണയെല്ലാം തിരിച്ചിറങ്ങി മാവ് ദാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമല്ലേ, ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് അലുവയുടെ പരുവായി, കണ്ട, കറക്റ്റ് അലുവയുടെ പരുവായി. ഇപ്പം ഇനി ഇത് തണുത്താലേ കറക്റ്റ് പരുവത്തിലോട്ടാവത്തുള്ളൂ. ഇപ്പോൾ എണ്ണയൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇത് എണ്ണ നല്ലോണം തന്നെ ഒഴുകി വന്നിട്ട് എണ്ണ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിച്ച നെയ്യും ഡാൽഡയും എല്ലാം നല്ല മൂത്തിറങ്ങി വന്നിട്ടുണ്ട്. കണ്ട, ഇതിനകത്തുനിന്ന് അത് ഇറങ്ങി വന്ന് ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്ന ആ ഒരു പാകമാണ് അലുവയുടെ പാകം എന്ന് പറയുന്നത്. ഇനി പാത്രത്തിലോട്ട് കാണിക്കുക, ഇങ്ങനെ സൈഡ് കാണിക്കായിരുന്നു, കണ്ട. അപ്പം നമ്മുടെ അലുവ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് ആൾക്കാർക്ക് കഴിക്കാൻ കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ അഭിപ്രായം അറിയാം കേട്ടോ.
സൈഡിലെല്ലാം അതിൻ്റെ ഇതാ കരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. ആദ്യം നമ്മൾ ഇളക്കുമ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ അലുവകളൊക്കെ ഉണ്ടെന്ന കടകളിൽ പോയി നമ്മൾ നോക്കിയാലും കാണാൻ പറ്റും ഇങ്ങനെ അറ്റത്ത് പറ്റിയിരിക്കുന്നത്. അതിങ്ങനെ ചുരണ്ടി തരും, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഇത് നമ്മളിവിടെ ചുരണ്ടി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രത്തിലോട്ടാണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് അടുപ്പം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ശകലം എണ്ണയൊന്ന് തൂക്കാം. ഞാനിവിടെ അതിന് ഡാൽഡ തന്നെയാണ് എടുക്കുന്നത്, ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി. ഒരു ശകലം ഡാൽഡ തന്നെ ഞാൻ എടുക്കുന്നത്. എടുത്ത് പിന്നെ എന്നിട്ട് നമുക്കാണെങ്കിൽ ഇതിനകത്തേക്ക് ഇടാം. നല്ല വെയിറ്റ് ഉണ്ടോ? ചൂട് അതായിട്ട് എന്നിട്ട് നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഇത് പ്ലേറ്റിലോട്ട് ആക്കിയ കേട്ടോ. കട്ട് ചെയ്യുമ്പോഴും എളുപ്പമുണ്ടാകും. കാരണം ഒരുപാട് ഞാൻ കിണ്ണിക്കകത്തോട്ട് ആക്കാനാണ് വിചാരിച്ചത്. ഡോറയപ്പോൾ പറഞ്ഞേ ഇതിലോട്ടാക്കിയത്. കിണ്ണിക്കകത്ത് ആക്കിയിരുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഷേപ്പിൽ കിട്ടിയേനെ, ആ കിണ്ണിയുടെ ഒരു രീതി കിട്ടിയേനെ, കറക്റ്റ് അലുവയായിട്ട്. പക്ഷെ നടുക്ക് അപ്പോൾ കട്ടി കൂടി പോകും. ഞാനാ പറഞ്ഞ പ്ലേറ്റ് എടുത്താൽ കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടും. ഓ അപ്പോൾ സെറ്റായോ? സെറ്റായി, നമ്മുടെ അലുവ സെറ്റായി. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അപ്പഴേ ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ. കള്ള ഞങ്ങളെ വിളിക്കാതെ കട്ട് ചെയ്തല്ലേ. അത് എന്താ നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട്. കൊള്ളാവോ ഗബ്രൂസേ? കൊള്ളാവോ? കഴിച്ചു നോക്ക്. നീ എവിടെ പോണ്ടി? ഇത് വേണ്ടേ? എങ്ങനെയുണ്ട് ഗബ്രൂസേ? ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറ. കൊള്ളാവോ? ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറ. ക്യാമറ നോക്കി പറ. കൊള്ളാവോ? കൊള്ളാവോ? സൂപ്പറാന്ന് പറ. സൂപ്പറാ. ആലോചിച്ചിട്ട് പറയാന്ന്. സൂപ്പറാണോടി? ഇച്ചിരി പക്ഷേ കടയിൽ കിട്ടുന്ന കണക്ക് ആയില്ല കേട്ടോ. പണ്ട് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അന്നത്തെ കറക്റ്റ് ആയിരുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ വിണ്ടു പോകുന്നുണ്ട്, ആ ഒരു ഒട്ടലില്ല, ഇങ്ങനെ വിണ്ടു പോകുന്നു. നമുക്ക് നിൽക്കുക മോൾ, അത് കഴിക്ക്. അമ്മയ്ക്ക് കൊടുക്കാന്ന്. അമ്മയ്ക്ക് കൊടുക്കാം, അപ്പാപ്പന് കൊടുക്കട്ടെ. കേക്കല്ല, കേക്ക് നാണം കെടുക്ക. കൊള്ളാവോ അലുവ? ഇനി 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 നമുക്ക് ഡോറയുടെ നോക്കാം. യോ വീടല്ലേ മോനു? എന്റെ പൊന്ന് എനിക്ക് തരാത്ത എന്നാന്ന് ചോദിച്ചു. അതവ കൊടുക്കുന്ന. ആ ഏയ് ഇടത്തേക്ക് വീണ്ടും മേടിക്കുന്ന. കൊള്ളാവോ? 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 ഇവിടെ ഗബ്രുവിന് ഇഷ്ടപ്പെട്ട്. കൊള്ളാവോ ഗബ്രു? ആ ഒരു കട്ടിയില്ല, അങ്ങനെ പൊട്ടിപ്പോകുന്നൊരു ഫീല് ഇല്ലേ? ഒട്ടിപ്പോന്നില്ല, പശയില്ല. പക്ഷെ നമ്മൾ ചെയ്തോണ്ടിരുന്നപ്പോ പശ ഉണ്ടായിരുന്നു. അന്നേരം നീ പറയും ചെയ്ത് പല്ലി ഒട്ടുന്നു. ചന്ദ്രൻ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. അന്നേരം അങ്ങ് എടുത്താൽ മതിയായിരുന്നു. എണ്ണ കുറച്ചുകൂടെ ഇറങ്ങി വരണമായിരുന്നു. സാധാരണ ഇത് വെന്ത് വരുമ്പോ ഇതിന്റെ പശ കൂടിക്കൂടിയാ വരുന്നത്. സെറ്റായി. അപ്പോ അത് കുഴപ്പമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് അവിടത്തെ ഒരു പതുങ്ങല് വന്നത് എല്ലാരും ഉണ്ടാക്കി പറയാൻ വന്നു. അപ്പൊ ഇന്ന് ഉണ്ടാക്കണോ ഡൗട്ട് വന്നതാ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും.